പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയെ കാണാഞ്ഞിട്ട് ദേവയാനിക്ക് വല്ലാതെ ടെൻഷൻ ആകുന്നുണ്ട്. എന്നിട്ട് ആദർശിൻ്റെ റൂമിലുണ്ടോ എന്നറിയാൻ മുട്ടി വിളിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അത് വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട്, മോശമല്ലേ എന്ന് കരുതിയിട്ട്. പിന്നെ ആദർശിൻ്റെ റൂമിലാണെങ്കിൽ ആദർശ് മാത്രമാണ് കിടന്നുറങ്ങുന്നത്, റൂമിൽ നയനയില്ല. അങ്ങനെ ആദർശ് മെല്ലനെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നുണ്ട്. മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ കണ്ടപ്പോൾ അതെടുത്ത് വായിക്കുന്നുണ്ട്. അത് നയന എഴുതിയ കത്താണ്. നയന അനന്തപുരി വിട്ടു പോയിരിക്കുന്നു. എന്നിട്ട് അതിൽ നയനയുടെ സങ്കടമൊക്കെ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റിൽ നയന എഴുതിയിട്ടുണ്ട്, ആദർശേട്ടൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ കാണില്ല. ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇനി വരില്ല, ഇനി ഒരിക്കലും എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയും ജലജയെയുമാണ്. ജലജ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടത്തി അവൾ വലിയ ഡിസൈനർ ആണെന്ന് പറഞ്ഞ് എല്ലാവരും തലയിൽ കയറ്റി നടക്കുകയായിരുന്നല്ലോ. അപ്പോഴേ എനിക്കറിയാമായിരുന്നു അഹങ്കാരം തലയ്ക്ക് കയറി അവൾ ആദർശിനെ വിഷമിപ്പിക്കുമെന്ന്. അതുതന്നെയാണല്ലോ ഉണ്ടായത്. ഇപ്പോൾ ആദർശിൻ്റെ മനസ്സ് നോവുന്ന രീതിയിൽ അവൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ ചിലർ പറയുന്നത് ആദർശിൻ്റെ മനസ്സിലേക്ക് ദേവയാനി വിഷം കുത്തി വെച്ചു എന്നാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഞാനോ? അന്നേരം ജലജ പറയുന്നുണ്ട്, മോനും മരുമോളും തമ്മിൽ പിരിയണമെന്നല്ലേ ഏട്ടത്തിയോ ആഗ്രഹിച്ചിരുന്നത്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ പിരിയാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ നയനയില്ലാതെ ഇവന് പറ്റില്ല എന്ന് മനസ്സിലായതിൻ്റെ ശേഷം ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. അവൻ സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ആദർശ് താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇനി സങ്കടപ്പെടാനൊന്നും പോകുന്നില്ല. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നയന എവിടെ? അവളിന്ന് കോലമൊന്നും വരഞ്ഞിട്ടില്ലല്ലോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൾ ഇനി കോലമൊന്നും വരയില്ല. ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവൾ ഇവിടുന്ന് പോയി എന്നും പറഞ്ഞ് കത്ത് ദേവയാനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് വായിച്ച് ദേവയാനിക്ക് വല്ലാതെ വിഷമമാകുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതിന് നിനക്ക് എന്തിനാ മോളെ ഇത്ര വിഷമം? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്കൊരു വിഷമവുമില്ല. പിന്നെ അവളുടെ അഹങ്കാരം ഓർക്കുമ്പോൾ ആകെ ഒരു ദേഷ്യം വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് അഹങ്കാരമല്ല, ആദർശ് അവളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അത് സഹിക്കാൻ കഴിഞ്ഞപ്പോഴാ ഇങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവൾ പോയത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവളെ വിളിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ അല്ലല്ലോ മോനെ വിളിക്കുന്നത്, അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നിൻ്റെ അമ്മ തന്നെയല്ലേ അവളെ വിളിക്കുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അമ്മ ഞാൻ സങ്കടപ്പെടുമെന്ന് കരുതിയാണ് വിളിക്കുന്നത്. എന്നാൽ എനിക്ക് അങ്ങനെയുള്ള ഒരു സങ്കടവുമില്ല. എന്നെ കരുവാക്കി അമ്മ ഇനി അവളെ വിളിക്കാനൊന്നും പോകണ്ട എന്ന് പറയുന്നുണ്ട്. അന്നേരം ജലജ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഇനി ഏട്ടത്തി അവളെ വിളിക്കാനൊന്നും പോകണ്ട. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഞാനിനി വിളിക്കാനൊന്നും പോകുന്നില്ല, അല്ലെങ്കിലും അവളെ വിളിച്ചിട്ട് എനിക്കെന്താ മെച്ചം എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വളരെ വിഷമത്തിൽ ചിന്തിക്കുന്നുണ്ട്, എന്നാലും എന്നോട് ഒരു വാക്ക് പോലും പറയാതെ മോൾ പോയി കളഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ പിടിച്ചു നിർത്തിയേനെ. എന്തുമാത്രം വേദനിച്ചിട്ടായിരിക്കും മോൾ പോയത്. പിന്നെ മുത്തശ്ശി ജലജയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സന്തോഷമായില്ലേ? അപ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യോ എനിക്കെന്ത് സന്തോഷം, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കുന്നതല്ലേ, എനിക്ക് സന്തോഷവുമില്ല ദുഃഖവുമില്ല. ഇനി നാണം കെട്ടി ഇവിടുന്ന് ആരും അവളെ വിളിക്കാതിരുന്നാൽ മതി. എന്നിട്ട് മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നയനമോളിൽ അത് ഈ വീട് മുന്നോട്ട് പോകില്ല. പിന്നെ ജലജ വേഗത്തിൽ തന്നെ പോയിട്ട് എല്ലാ കാര്യങ്ങളും അനാമികയോടും ജാനകിയോടും പറയുന്നുണ്ട്. കേൾക്കാൻ കൊതിച്ച വാർത്ത കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, ഇതെങ്ങനെയെങ്കിലും ഇനി ഡൈവേഴ്സിലേക്ക് എത്തിയാൽ മതിയായിരുന്നു. ആ നവ്യയും രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്താകണം. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതല്ലേ, അതിന് ദൈവം കൊടുത്ത ശിക്ഷയായത് മോളെ. പിന്നെ ജലജ പറയുന്നുണ്ട്, ആദർശനയനിയും പിരിയുന്ന ദിവസമാണ് നമുക്ക് വിഷുവും ദീപാവലിയും ഒക്കെ. അന്ന് നമ്മൾ പടക്കം പൊട്ടി ആഘോഷിക്കണം. ഏതായാലും 3 പേരും നല്ല സന്തോഷത്തിലാണ് നയന പോയതിൽ. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നീ ഒന്നും അറിഞ്ഞില്ലേ, അവൾ കത്തെഴുതി വെച്ചിട്ട് പോയടാ, അവൾക്ക് ആദർശിനെ എടുത്തിട്ട് പോയടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബി മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അതിലും വലിയ പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഈ അമ്മയുടെ ഒരു സംസാരം. അബിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജലജ ചോദിക്കുന്നുണ്ട്, നിനക്ക് കേട്ടിട്ട് ഒരു സന്തോഷവും ഇല്ലേ? അപ്പോൾ അബി പറയുന്നുണ്ട്, നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനറാണ് നയന. അങ്ങനെയുള്ളപ്പോൾ ഏട്ടൻ അവളെ ഒഴിവാക്കുമോ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവൾ വരുന്നതിന് മുൻപ് കമ്പനി എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? അന്ന് കമ്പനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറിയിലൂടെയാണ് നയന പേരെടുത്തത്. അല്ലെങ്കിൽ ഇന്നും അവൾ ഒരു ആർട്ട് ഗാലറിയുമായിട്ട് ഇരിക്കേണ്ടവളായിരുന്നു. അപ്പോൾ അവ പറയുന്നുണ്ട്, നയന ഇനി മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് പോകുന്നത് നമ്മുടെ കമ്പനിക്ക് തന്നെയാണ് നഷ്ടം. അവരെപ്പോലെ കഴിവുള്ള ഡിസൈനറിനെ കണ്ടെത്താൻ വലിയ പാടാണ്. ഇത് കേട്ട് ജലജയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ എന്നോട് പറഞ്ഞതുപോലെ ആരോടും പറയണ്ട.
അവൾ അവളുടെ വീട്ടിൽ അവളുടെ പാട്ടിന് പോയി. ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ അവളുടെ ചേച്ചിയും വരാതിരുന്നാൽ നമുക്ക് പഴയതുപോലെ സ്വസ്ഥമായിട്ട് കഴിയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, എന്നാലും സ്വസ്ഥത കിട്ടുമെന്ന് തോന്നുന്നില്ല അമ്മേ. ഒരു ഭാഗം ശാന്തമാകുമ്പോൾ മറുഭാഗം ടെൻഷൻ കൂടി വരികയാണ്. എന്നിട്ട് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അഭിയെ പിടിച്ചുകൊണ്ട് ജലജ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. അപ്പോൾ അഭി പറയുന്നുണ്ട്, കുഴപ്പമുണ്ട്, നല്ല കുഴപ്പമുണ്ട്. അതുകൊണ്ട് ആരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കണ്ട. പിന്നെ കാണിക്കുന്നത് രാവിലെ പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന ഗോവിന്ദനെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നയന ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട്. അത് കണ്ടിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോളെന്താ ഓട്ടോയിൽ? കനകയും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ? അന്നേരം നയന പറയുന്നുണ്ട്, നന്ദുമോൾ ഇവിടെ ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് കരുതി. പിന്നെ നവ്യച്ചിയും വല്ലാതെ ഇരിക്കുകയാണല്ലോ. അന്നേരം കനക പറയുന്നുണ്ട്, അതൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ മോളെ? എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ മോളെ, നീ വഴക്കിട്ടെങ്ങാനും വന്നതാണോ? അല്ല അമ്മേ എന്ന് പറഞ്ഞ നയന ഏതായാലും അച്ഛൻ്റെ മുൻപിൽ വെച്ച് നയന വിശദമായി ഒന്നും പറയുന്നില്ല. കാരണം അച്ഛന് അത് സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ഒരു പേടിയുണ്ട് നയനയ്ക്ക്. പിന്നെ അകത്ത് പോയിട്ട് അമ്മയോട് എല്ലാ വിവരവും പറയുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഗോവിന്ദൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, അവിടെ ഇപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ആരും എന്നെ അനുകൂലിക്കുന്നില്ല അമ്മേ. എനിക്ക് വേണ്ടി ആദർശേട്ടനോട് ഒന്ന് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക? അതാ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആദർശേട്ടന് ബന്ധം വേർപിരിയണമെന്ന ആഗ്രഹം. ആ രീതിയിലാണ് ഇപ്പോൾ ആദർശേട്ടൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം മാറി നിന്നിട്ട് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ വന്നിട്ട് വിളിക്കട്ടെ അമ്മേ. ഏതായാലും സ്നേഹിച്ച ആൾ പിണങ്ങിയ നിലയ്ക്ക് ഇനി അവിടെ കടിച്ചു പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ കനക പറയുന്നുണ്ട്, അച്ഛൻ ഇതറിഞ്ഞാൽ സഹിക്കില്ല മോളെ. അന്നേരം ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആര് പറഞ്ഞു സഹിക്കില്ലെന്ന്? പറയേണ്ട കാര്യങ്ങൾ എന്നോട് പറയണം. ആദർശിന് മോളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ മോൾ ചെയ്തത് തന്നെയാണ് ശരി. എന്നാലും മോൾ കുറച്ച് പിടിച്ചു നിൽക്കണമായിരുന്നു. ആദർശിൻ്റെ സ്വഭാവം മാറുമോ എന്നൊന്ന് നോക്കാമായിരുന്നു. അന്നേരം കനക പറയുന്നുണ്ട്, ഇത്തവണത്തെ വിഷുവിന് മോള് ഡിസൈൻ ചെയ്ത ആഭരണമാണ് കൂടുതൽ വിറ്റുപോയത് എന്നാണ് പറയുന്നത്. റെക്കോർഡ് സെയിലായിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആദർശ് മോളെ ഒഴിവാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, ജ്വല്ലറിയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ടിട്ട് എന്നെ പിടിച്ചു നിർത്തില്ല ആദർശേട്ടൻ. എന്നെക്കുറിച്ച് എന്തോ ഒരു തെറ്റിദ്ധാരണ ആദർശേട്ടന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആദർശിൻ്റെ അമ്മയും മോളും തമ്മിൽ അടുപ്പമായത് അയാളോട് പറയാതിരുന്നത് ചിലപ്പോൾ ആദർശിന് ഷോക്കായിട്ടുണ്ടാകും. അന്നേരം നയന പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം അറിയുമ്പോൾ ആദർശേട്ടൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ കനക പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് ശരിയാ. ആ കാര്യത്തിന് വേണ്ടി മോളെ ഇങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നയന പറയുന്നുണ്ട്, എനിക്ക് മുഖം തരാതെ എന്നെ വേദനിപ്പിക്കുന്നതാ ഇപ്പോൾ ആദർശേട്ടൻ്റെ ഒരു വിനോദം. ഇതും പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.